ഇന്നത്തെ വീഡിയോ വന്നിട്ട് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കോവയ്ക്ക അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതിനായിട്ട് കുറച്ച് കോവയ്ക്ക എടുത്ത് കഴുകി വൃത്തിയാക്കി ചെറിയ നീളൻ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. നല്ലെണ്ണ വേണ്ടവർക്ക് നല്ലെണ്ണ ചേർക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് ഈ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ഈ കോവയ്ക്ക ഒന്ന് ഇട്ട് അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ. ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. എന്തായാലും അടിപൊളി അച്ചാറാണ് കേട്ടോ. ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഞാനിപ്പോൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല, അല്ലാതെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 15 മിനിറ്റോളം എനിക്ക് എടുത്തു കേട്ടോ. എന്തായാലും ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ കോവയ്ക്കയെല്ലാം കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അത്യാവശ്യം വേണ്ട എണ്ണ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ, ബാക്കി എണ്ണ മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ശേഷം കുറച്ച് ഉലുവ കൂടി ചേർത്ത് ഉലുവയും കടുകും ഒന്ന് പൊട്ടുന്നിടം വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാമേ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാമേ. ഇതിൻ്റെ സൈഡിൽ കാണുന്നതെല്ലാം കോവയ്ക്കയുടെ അരിയാണ് കേട്ടോ, പേടിക്കേണ്ട, വേറെ ഒന്നുമല്ല. ആ ചീനച്ചട്ടികളിൽ നമ്മൾ എടുത്തത് കൊണ്ടാണ്. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാമേ. കറിവേപ്പിലയും മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ഈ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അച്ചാർ പൊടിയുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്തതിന് ശേഷം തീ നല്ല സിമ്മിൽ വെക്കണേ. നന്നായിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ച മണവും ചൊവയും ഒക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണേ. അതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് ഉപ്പ് ചേർക്കുന്നത്. ഞാനിവിടെ ഉപ്പ് നീരാണ് ചേർക്കുന്നത്, ഉപ്പ് പൊടിയല്ല, ഉപ്പ് നീരും. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും നമ്മൾ ചേർക്കുന്നുണ്ട്. ഈ അച്ചാറിന് ഒരു ചെറിയ പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് വിനാഗിരി ചേർക്കുന്നത്. വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. അതിനുശേഷം ഈ മിക്സ് ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മാത്രം കായപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കായപ്പൊടിയും ചേർത്ത് ഈ മിക്സ് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് കോവയ്ക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ. കോവയ്ക്ക എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടച്ചു വാങ്ങി വെക്കാമേ. ഈ അച്ചാർ നമുക്കൊരു 3-ാമത്തെ ദിവസം മുതൽ ഉപയോഗിച്ച് തുടങ്ങാം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.